അഗ്നിപരീക്ഷ എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വന്നത്? ഒരു ഫയർ ടെസ്റ്റ് ആണോ? ചുമ്മാതാ, അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ശരി, ഒരു സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 3 സെഗ്മെന്റ് ആയിട്ട് അത് കഴിഞ്ഞു. ഇനി കുറെ പേരൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇത് തെലുങ്കിലെ അതേ കണക്കായിരിക്കുമോ? ആ അഗ്നിപരീക്ഷ ഫുള്ളായിട്ട് നമ്മൾ ഹോട്ട്സ്റ്റാറിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സെയിം കാര്യം തന്നെയാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? അപ്പോൾ ഈ ഒരു ഫോമാറ്റ് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആകും എന്നുള്ളൊരു കാര്യം സംശയമാണ്. മലയാളത്തിൽ ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് ഞാനും ചിന്തിക്കുന്നത്. കാരണം നമ്മൾ തമിഴിൽ ഒരുപാട് ഹിറ്റായിട്ടുള്ള പല കോമഡി പരിപാടികളും, എക്സാമ്പിൾ കുക്ക് വിത്ത് കോമാളി, നമ്മൾ മലയാളത്തിൽ അത്ര സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു സീസൺ ഏഷ്യാനെറ്റ് തന്ത്രപരമായിട്ട് ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികളെ വെച്ച് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഓഡിയൻസിന് കുറച്ചധികം ഒക്കെ അറ്റൻഷൻ കിട്ടി. പക്ഷേ ഇതിനു മുമ്പും ഈ പറയുന്ന കോമഡി കുക്സ് അല്ലെങ്കിൽ കുക്ക് വിത്ത് കോമാളിയുടെ ഒരു വേർഷനൊക്കെ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത്ര സക്സസ് ആകാറില്ല. എന്നാൽ അതുപോലത്തെ ഒരു റിയാലിറ്റി ഷോ ആണ് ഈ ഒരു അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ ഇതിലെ മത്സരാർത്ഥികൾക്ക് ഓൾറെഡി തന്നെ 3 റൗണ്ടുകൾ കഴിഞ്ഞു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തെലുങ്ക് അഗ്നി പരീക്ഷ അത് എത്രത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് മലയാളം വേർഷൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിന്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതൊരു കൺഫേം ന്യൂസ് ഒന്നും അല്ല കേട്ടോ, പ്യുവർലി ഒരു പ്രഡിക്ഷൻ ആണ്, അനാലിസിസ് ആണ്. സോ വാച്ച് ദ ഫുൾ വീഡിയോ. അതോടൊപ്പം തന്നെ ബി ഗ്രാൻഡ്മ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ആദ്യം ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങളാണ്. മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള മെയ് 21 ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു. അതോടെ കൂടെ തന്നെ ഒരു പ്രൊമോ റിലീസ് ചെയ്തു. അഗ്നി പരീക്ഷ എന്നൊരു ടേം നമ്മളുടെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കോമണേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രീ ഷോ ഫോമാറ്റ് ആയിട്ടാണ് ഇത് തുടങ്ങി വച്ചേക്കുന്നത്. ഇനി അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ ജൂൺ 15 ക്ലോസ് ആയി. അതിനുശേഷം മൈജി അതുപോലെ വൈറ്റ് ഗോൾഡ് വഴി വീണ്ടും എൻട്രിക്ക് അവസരമുണ്ടായി. നിലവിൽ കോമണറായിട്ട് പങ്കെടുത്തവരൊക്കെ അപേക്ഷിച്ചു. കൂടാതെ തന്നെ ഇതിന്റെ ഒരു 3 സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഷൂട്ട് ഏകദേശം ഈ ഒരു 10-ാം തീയതി 15-ാം തീയതിയൊക്കെ അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതുണ്ട്. പക്ഷേ ഏകദേശം ആ ഒരു മിഡ് ആവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അടുത്ത മാസം ആദ്യം തന്നെ നമ്മൾ അഗ്നി പരീക്ഷ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്സ്റ്റാറിലേക്ക് എത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സീസൺ 8 അത് ഏകദേശം സെപ്റ്റംബർ 6 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നടക്കും. അതായത് ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ നടക്കും. ഇപ്പോഴും ഒഫീഷ്യലായിട്ട് ഈ ഷോ എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്ന്, എത്ര എപ്പിസോഡ് വരും അല്ലെങ്കിൽ എന്നായിരിക്കും ഷൂട്ട്, എത്രത്തോളം ആൾക്കാരെ ഇതിനകത്ത് സെലക്ട് ചെയ്യും, ഇതൊന്നും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ഏറെക്കുറെ തെലുങ്കിന്റെ അഗ്നി പരീക്ഷയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതുകൊണ്ട് അതിൽ നിന്നൊരു സാമ്യമൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തെലുങ്ക് വേർഷൻ എങ്ങനെയാണ് പോയത് എന്ന് നമുക്കൊന്ന് നോക്കാം. മലയാളം വേർഷനിൽ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് എന്നുകൂടെ നമുക്കൊരു റഫ് ഐഡിയ കിട്ടാൻ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. തെലുങ്കില് ബിഗ് ബോസ് 9 മുൻപ് 45 കോമണേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസിൽ നിന്ന്, നമുക്ക് ഇവിടെ നമ്മൾ കാണുന്ന കണക്ക് തന്നെയാണ്, ആയിരക്കണക്കിന് ആപ്ലിക്കേഷനിൽ നിന്ന് സെലക്ട് ചെയ്തവരാണ്. വീഡിയോ സബ്മിഷൻ ഉണ്ടായിരുന്നു, പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു, സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കിയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഈ ഒരു പ്രീ ഷോയ്ക്ക് ഒരു സെപ്പറേറ്റ് ഹോസ്റ്റ് ഉണ്ടായിരിക്കും. അത് ശ്രീമുഖിയാണ്. അതായത് ബിഗ് ബോസ് തെലുങ്കില് സീസൺ 3യുടെ റണ്ണറപ്പ് ആയിട്ടുള്ള ശ്രീമുഖിയാണ് അത് ചെയ്തത്. ജഡ്ജസ് ആയിട്ട് 3 പേരുണ്ടായിരുന്നു. 3 പേര് മുൻപ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണ്. അഭിജിത്താണ് സീസൺ 4 വിന്നർ ആയിട്ടുള്ള ഒരാള്. പിന്നെ ബിന്ദു മാധവി OTT വിന്നറാണ്. നവദീപാണ്, അത് സീസൺ 1 റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ജഡ്ജസ് എല്ലാം പാസ്റ്റ് വിന്നേഴ്സ് അല്ലെങ്കിൽ ഫൈനലിസ്റ്റുകളായിരുന്നു. ഇനി പുറത്തു നിന്ന സെലിബ്രിറ്റീസ് അല്ലായിരുന്നു തെലുങ്കില് ഈ പറയുന്ന ഷോ ചെയ്തിരുന്നത് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് പാറ്റേൺ പോയിന്റ് ആണ്. അപ്പോൾ അഗ്നി പരീക്ഷയിൽ ഒരു പ്രധാന ജഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് ഈ മലയാളത്തില് അനീഷ് തന്നെയായിരിക്കും. അതിനകത്ത് എനിക്ക് വലിയ തർക്കമൊന്നും തോന്നുന്നില്ല. കാരണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും അനീഷിനുണ്ട്. പ്രധാനമായും കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പ് ആണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ സീസണിലൂടെ കോമണർ എന്ന് പറയുന്ന ഒരു ടാഗിന് ധാരാളം പ്രേക്ഷകരെ ബിഗ് ബോസിന് സമ്മാനിച്ച ഒരാൾ കൂടിയാണ് അനീഷ്. അതായത് അനീഷ് ഈ ഒരു ഗെയിം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോയിക്കൂടാ എന്ന് പറയുന്ന രീതിയിൽ പഠിച്ചു വന്ന ഒരാളാണ്. പിന്നെ പോപ്പുലാരിറ്റി, ഈ പറയുന്ന പോപ്പുലാരിറ്റി സെലിബ്രിറ്റീസിന് മാത്രമല്ല കോമണേഴ്സിനും ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് കോമണേഴ്സിന്റെ ഒക്കെ ഇടയിൽ ഒരുപാട് ചർച്ച ചെയ്യാനും ഈ പറഞ്ഞ അനീഷ് കഴിഞ്ഞ സീസണിൽ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ശരി അനീഷ് കാണും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും.
ഇനി രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് സാബുമോൻ അബ്ദുൽ സമദ്. പുള്ളിക്കാരൻ ഓൾറെഡി തന്നെ ഒരുപാട് ഷോകളുടെ ജഡ്ജായിട്ട് ജഡ്ജിങ് പാനലിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോയിൽ എന്തായാലും സാബുമോനെ എന്തായാലും പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ കാര്യം സീസൺ 1 ഒരു പ്രസൻസ് ആണ്, അതാണ് ഏറ്റവും മെയിൻ. പിന്നെ സാബുമോൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഷോ ജഡ്ജ് ചെയ്തുകൊണ്ട്. ഒപ്പം ഫസ്റ്റ് ഫീമെയിൽ വിന്നർ ആയിട്ടുള്ള ദിൽഷ പ്രസന്നിനെ വീണ്ടും നമുക്ക് ഈ ഒരു ഷോയിൽ കാണാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്നുകിൽ ദിൽഷ വന്നില്ലെങ്കിലായിരിക്കാം ചിലപ്പോൾ ശോഭ വിശ്വനാഥിന് ചാൻസ് ഉണ്ട്. കാരണം ശോഭ വിശ്വനാഥ് ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യാനെറ്റിനെ അല്ലെങ്കിൽ ലാലേട്ടനുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാത്തിനും വരാൻ റെഡിയാണ്. ഇവർ രണ്ടും അഗ്നിപരീക്ഷ ജഡ്ജാകാൻ നല്ല ആപ്റ്റ് ആണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജഡ്ജായിട്ട് ആരെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് അറിയാൻ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളത് കമന്റിൽ എന്തായാലും പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മുടെ തെലുങ്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തെലുഗു എന്നെല്ലാവരും തിരുത്താറുണ്ട് കേട്ടോ, തെലുഗു. അപ്പൊ തെലുഗു ബിഗ് ബോസ് അഗ്നി പരീക്ഷ വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രഡിക്ഷനിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ ആരെയാണ് ജഡ്ജസ് ആയിട്ട് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ അനീഷ് എന്തായാലും കൺഫേം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കും ഏകദേശം ഉറപ്പുണ്ട്. കാരണം കോമണർ ആണ്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ക്രൈറ്റീരിയാസ് എല്ലാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദിൽഷയൊക്കെ വരണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബി ഗ്രാൻഡിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ആ ഒരു ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.